എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ചായ പരിപാടിയിലേക്ക് കിടക്കുമായിരിക്കും അല്ലേ? ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ ഇന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാൻ വിചാരിക്കുന്നു. ഇന്ന് 31st ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടുത്തെ 5X ബുർജ് ഖലീഫയിലാണ് കാണാറ്. ബുർജ് അൽ അറബിലും ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഷാ പറഞ്ഞു നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ 5X കാണാൻ പോകാമെന്ന് പറഞ്ഞു. നമ്മൾ എല്ലാ വർഷവും ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ. അപ്പം എന്തായാലും ഗ്ലോബൽ വില്ലേജിലേക്ക് പോകണം. അപ്പോൾ എന്നാൽ പിന്നെ 5Xും കൂടെ കാണാം. അപ്പോൾ രണ്ടു കാര്യം കൂടി ആയല്ലോ. അങ്ങനെ ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോകുന്നത് 5Xന്. ഇപ്പോൾ സമയം 3:45 ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വെച്ചു വീഡിയോ എടുക്കാതെ. അപ്പോൾ ഷാനിപ്പം ഓഫീസ് 4 മണിക്ക് കഴിയും. ഷാ വരും. എന്നിട്ട് നമ്മൾ വന്ന ഉടനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഡ്രസ്സ് ചെയ്തു. ഇനി എന്താ, ലിപ്സ്റ്റിക്കും കൂടെ ഇടാറുണ്ട്. അപ്പോൾ അതാണ്. അപ്പം എപ്പോഴും ഞാൻ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുമ്പം കുഞ്ഞു വീഡിയോസ് എല്ലാം എടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് എടുക്കാറില്ല. സോ ഐ തോട്ട് ഇന്ന് അങ്ങനെ എടുക്കാൻ ശ്രമിച്ചാൽ ഓക്കെ. നമ്മൾ ഗ്ലോബൽ വില്ലേജിലെത്തി. മമ്മീനെ വീഡിയോ കോൾ ചെയ്യുന്നത് നമ്മൾ രണ്ടാളും. മമ്മി ഗ്ലോബൽ വില്ലേജിലെത്തി. ഇന്ന് ഇവിടെ ന്യൂ ഇയറിൻ്റെ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഫാമിലീസിന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അവിടെ കുറച്ച് ബാച്ചിലേഴ്സ് ഉണ്ട്. അവരെ അവിടെ നിന്നൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഷാ പറഞ്ഞു ഇന്ന് എൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. എന്താ ചിരിക്കുന്നത്? ഞാൻ ഫാമിലിയോടെ വന്നോണ്ട് നല്ലല്ലോ പറഞ്ഞത്. വേണ്ട എന്താ പറയണ്ടേ, ഞാൻ എം സോ എക്സൈറ്റഡ്. ഇന്ന് ന്യൂ ഇയറിൻ്റെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ന്യൂ ഇയറിൻ്റെ ഇതായതുകൊണ്ട് കുറച്ചധികം ആൾക്കാരുണ്ട്. കുറച്ച് നല്ലോണം ആൾക്കാരുണ്ട്. കുറച്ചധികം. നമ്മൾ ഫസ്റ്റ് ടൈം, ഷാനും ഫസ്റ്റ് ടൈം അല്ലേ ഗ്ലോബൽ വില്ലേജിലെ 5X കാണാൻ വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഗ്ലോബൽ വില്ലേജിൽ 5X കാണുന്നത്. അപ്പം അത് നോക്കാം. ആൻഡ് ഗ്ലോബൽ വില്ലേജും എൻജോയ്. ഫസ്റ്റ് നമ്മൾ ടർക്കിയിലേക്ക് പോവാം. നേരം വീഡിയോ എടുത്തോണ്ടിരുന്ന ഈ മൈക്ക് ഓഫ് ആക്കിയതുകൊണ്ട് ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇതിനുള്ളിൽ ഇത്രയേ ഉള്ളൂ. ആകെ ആ ഷോപ്പ് മാത്രമേ ഉള്ളൂ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു ഷോപ്പ്. അപ്പോൾ നമ്മൾ ഡാഡി മമ്മി വന്നപ്പം ഇവിടെ വന്നിട്ടുണ്ടാവൂലേ? വന്നിന് ഡാഡി മമ്മി വന്നപ്പോൾ നമ്മൾ എല്ലാ പാവലിയണിലും പോയിട്ടുണ്ട്. പക്ഷെ മോദിനെ കണ്ടതായിട്ട് ഓർമ്മയില്ല അല്ലേ? ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡാഡിക്ക് ഇഷ്ടമുള്ളത് ഡാഡി വാങ്ങും. അത് ഇതിൽ പറയണം എന്തായാലും. അതിൽ ഇവിടെ ഗെയിം സെൻറ്റർ ഉണ്ട്, ഞാൻ കാണിക്കാം. കുറച്ച് റൈഡ്സും കാര്യങ്ങളും അവിടെ കുറേ ഗെയിംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ഡാഡി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡാഡിക്ക് പ്രൈസ് കിട്ടി. അവിടെ നിന്ന് എന്താ പറയേണ്ടത്, അത് ഇങ്ങനെ ആ ഗെയിം നടത്തുന്ന ആ പെൺകുട്ടി എന്നെ കണ്ടിട്ട് സർപ്രൈസ്ഡ് ആയി പോയി. ആ പെർഫോമൻസ് കാണാൻ മേലില്ല ലിങ്ക് സോറി, എനിക്ക് ലിങ്ക് ഒന്നും കൊടുക്കാൻ ആയിട്ടില്ല. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ടർക്കി കഴിഞ്ഞു, ഇത്രയല്ലോ. ഈ ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ കണ്ടിട്ടില്ല, നല്ല രസമുണ്ട്. ഡിസ്പ്ലേയിൽ നിങ്ങൾ എടുക്കുന്നത് ഇത് അടിപൊളി സംഭവമാണ്. ഈ ഫാസ്റ്റ് ലൈഫ് കേക്കാണോ? ന്യൂ ഇയർ കേക്ക്. ഓ, ഇത് ന്യൂ ഇയർ കേക്കാ? എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. ശരിക്കും ന്യൂ ഇയർ കേക്ക് ആണോ? അതെ കേക്കാണ് ന്യൂ ഇയർ.
ഇപ്പൊ ഒരു ഇത് കാറിന്റെ എന്തെങ്കിലും പറയല്ലോ ഷാ റേസിംഗ് ഷോയോ ആക്ഷൻ അടിപൊളി സംഭവമാണ് ലൈവ് ആക്ഷൻ സ്റ്റണ്ട് അല്ലേ ലൈവ് സ്റ്റണ്ട് പോലെ നല്ല രസമാണ് ഡാഡി മമ്മി വന്ന സമയത്ത് ആണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഇതല്ലേ ഡാഡിയും മമ്മി ഞാൻ ഷാന് ഡാഡിക്കും മമ്മിക്കും പോലും ഇഷ്ടപ്പെട്ടു ഈവൻ മമ്മിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് മമ്മി ഇങ്ങനത്തെ ഡിഷും സൗണ്ടൊന്നും അങ്ങനെ കാണുന്ന ആളല്ലല്ലോ പക്ഷേ ഇത് അടിപൊളി സംഭവമായിരുന്നു ഫുള്ള് ഞാനും ആദ്യമായിട്ട് കളയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിനുള്ള ഷോ നടക്കുന്നുണ്ട് ഈ ആൾക്കാരെല്ലാം നെക്സ്റ്റ് ഷോയിലേക്ക് കയറാൻ നിൽക്കുന്നതാണെന്ന് തോന്നുന്നല്ലേ ഈ സ്റ്റേജ് ഷോൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോവാം ആ ഒരു ഏരിയയിലത്തെ കുറച്ച് പവലിയൻസ് എല്ലാം കണ്ടു എല്ലാം ഒന്നും കയറിയിട്ടില്ല എപ്പോഴും പോകുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം പോയി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ പോവാം ആ സൈഡിൽ എന്താ പറയുക ഇവിടെ സ്റ്റേജിൽ പ്രോഗ്രാം ആൻഡ് അപ്പുറത്ത് നമ്മളെ ഗെയിം ഏരിയാസ് അത് ലാസ്റ്റ് പോവാം മെയിൻ ഇപ്പുറത്തെ മെയിൻ അമേരിക്ക ആഫ്രിക്ക ചൈന അതെല്ലാം ഉണ്ട് ഇന്ത്യ ജപ്പാനിൽ നല്ല ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് ടൈം ഇവിടെ ആയിരുന്നു മറ്റേ സോക്സ് ഉണ്ടായത് വാള് വേണോ ഷാ സോറി ക്യാരക്ടേഴ്സ് ഉണ്ടോ ഇത് ഒറിജിനൽ ആണെങ്കിൽ വിളിക്കാം പെട്ടെന്ന് നമ്മൾ ഓരോ രാജ്യങ്ങൾ കണ്ടുവരുന്നല്ലേ പക്ഷേ അല്ലേ എക്സ്പോ 2020 അത് വേറെ ഒരു എക്സ്പീരിയൻസ് ഫിലിപ്പീനിൽ വെടിക്കെട്ട് വരും ഇവിടെ 8 മണിയാകുമ്പോഴാണോ ഫിലിപ്പീൻസിൽ 12 മണി ഏഷ്യ ബൊലീവാർഡ് അത് രണ്ടിന് നടുക്കാണല്ലോ അപ്പൊ ഇവിടെയാണ് മറ്റേ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവുക ഞാൻ മറ്റേ മസാല ദോശ പലതരം ഫാമിലി അയ്യോ ഇതെന്താ പെൻ ഇതും പെന്ന് നല്ല പെന്നാ അങ്ങനെ നമ്മൾ ഇന്ത്യയിലെത്തി ഇന്ത്യന്റെ മുന്നിൽ ആനേനെ എന്ത് ഭംഗിയാ കാണാൻ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാമറയിൽ എടുക്കാൻ മറന്നുപോയി ഒരു റൗണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി വന്നു കേട്ടോ എൻ്റെ ക്യാമറയിൽ ചാർജ് ഭയങ്കര കുറവാണ് ഞാൻ ഫയർ വർക്ക്സ് ആകുമ്പം എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മൈക്കിൻ്റെ ചാർജും തീർന്നു അതാ ഞാൻ പറഞ്ഞ മിറക്കിൾ ഗാർഡൻ്റെ ഒരു മിനി വേർഷനാണിത് വേറൊരു ക്രിസ്മസ് ട്രീ ഡിസ്ട്രിക്ട് ചൂടാണോ ഉള്ളത് തണുപ്പല്ലേ ഉണ്ടാവുക വാട്ട് ഈസ് ദിസ്
നമ്മളെല്ലാം പറയുമ്പോൾ വാ ഇങ്ങോട്ട് തന്നെ പോവാ വാ 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 ഇല്ല വാ നമുക്ക് അല്ല ഷാല്ലേ എന്നോട് പറഞ്ഞ ചൂട് കഴിക്കാൻ വേണമെന്ന് നമ്മളെല്ലാം പറയുമ്പോൾ അങ്ങനെയല്ല ഷാ അല്ലേ പറഞ്ഞത് എനിക്ക് ചൂട് കഴിക്കണം എന്ന്. പക്ഷെ അതിലിപ്പോ പോവാന്ന് നമ്മൾ പറയുന്നത് കൊഞ്ചി അതിലേക്കൂടെ ഡെസേർട്ട് സഫാരി എന്നാ വാ നമുക്ക് പോവാ. പോണ്ടെന്നല്ലല്ലോ ഞാൻ പറഞ്ഞേ, ഞാൻ പോണ്ടെന്നല്ല പറഞ്ഞത്. ചൂടല്ലേ വേണ്ടത്, പിന്നെ എന്തിന് ഡെസേർട്ടിലേക്ക് പോകുന്നൊരു വാക്കല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ചൂറോസ് സ്ട്രോബെറി തങ്കുലൂലു. ഞാൻ പറഞ്ഞ തങ്കുലൂലു, എന്താ പേര് തങ്കുലൂലു, നല്ല പേരല്ലേ. ഇപ്രാവശ്യം ഏത് റൈഡിലായി ഏറ്റവും ഗെയിം ഏരിയത്തി ഇവിടെ ഒന്നും ഇല്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. ഷാന് കഴിക്കല്ലേ വേണ്ടത്. ഇവിടെയൊന്നും ഒരു സ്ഥലത്ത് പോലും ഇരിക്കാൻ സ്ഥലമില്ല, ഫുള്ള് ഇതിന്റെ എന്താ പറയണ്ടത് ആൾക്കാർ കൂടുതലായിട്ട്. ഞാൻ അവിടെ ഒരു ഫ്രീ സ്ഥലം കണ്ടു, ഞാൻ അവിടെ ഇരിക്കാൻ പോയപ്പം വേഗം ഒരു അച്ഛനും കുട്ടിയും വന്നിട്ട് വേഗം അവിടെ വന്നിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ അത് ഇവിടെ ഇരിക്കാം. കേട്ടോ സീറ്റ്സ് എല്ലാം ഫുൾ 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 ഫുൾ, എവിടെ ഇരിക്കാൻ സ്ഥലമില്ല. നോക്കി വന്നപ്പോൾ ഷാന് കോൺ ഗ്രിൽഡ് കോൺ കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടു, അപ്പോൾ അത് വാങ്ങുന്നുണ്ട്. ഗ്രിൽ കോൺ, സ്പൈസി ഗ്രിൽ കോൺ. നേരത്തെ ഞാൻ ചൂടായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞല്ലോ, അതാ. അപ്പോൾ അത് നോക്കി വന്നപ്പോൾ അത് കിട്ടി, വാങ്ങുന്നുണ്ട്. ഒരു സ്ഥലത്ത് അവിടെ ഒരു സീറ്റ് ഉണ്ടായി, ഞാൻ അവിടെ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്നൊരു അറബി അച്ഛൻ അതിൻ്റെ കുട്ടി അവർ ചെറുമോനെയും കൊണ്ടുവന്ന് വേഗം അവിടെ ഇരുത്തി. അപ്പം പിന്നെ ഞാനൊന്നും അറിയാത്ത പോലെ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ നടന്നു. പക്ഷെ ചൂടില്ലല്ലോ, രസമുണ്ട്. പുറത്തുനിന്നാണ് പൊട്ടുന്നല്ലേ ഇത്, പുറത്തല്ല സെന്റർ. എല്ലാരും ഇരിക്കുന്നത് എവിടെയാ കാണാൻ? ഇതിപ്പോ 9 മണിയായപ്പം നെക്സ്റ്റ് ഫയർ വർക്ക്സ് വന്നു. സോണിന്റെ മുന്നിൽ വന്നിട്ട് ഒരേ ഇരുത്തം, റസ്റ്റിംഗ്. റൈഡ്സിൽ കയറണോ വേണ്ടിയോ എന്നുള്ള ആലോചനയിലിരിക്കുന്നതാണ് നമ്മൾ. കുറേ ആൾക്കാർ മൊബൈൽ അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനർത്ഥം അവിടെയാണ് ഉണ്ടാവുക, അതോ ഇവിടെയാണോ? അപ്പം ഇങ്ങോട്ടേക്കായിരിക്കും, ഇവിടെയാണെന്ന് വിചാരിക്കാം. എൻട്രൻസ് Unlock the screen. 5, 4, 3, 2, 1. Happy New Year, Kunji.